എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടില്ലേ? ഈ ഫോട്ടോയിൽ കാണുന്നത് മാത്യു വാൻ ഡെയ്ക്ക് എന്ന പേരുള്ള ഒരു അമേരിക്കൻ സൈനികനാണ്. ഇയാൾ ചില്ലറക്കാരനല്ല. അതായത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അമേരിക്കൻ സൈനികർക്ക് പരിശീലനം, പുതിയ യുദ്ധമുറകൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടി ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ എങ്ങനെ ഇദ്ദേഹം ഇന്ത്യയുടെ പിടിയിലായി, ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ പിടിയിലായി? അതായത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, പല സർക്കാരിനെയും അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, എന്തിന് ബംഗ്ലാദേശിൽ, നേപ്പാളിൽ, ശ്രീലങ്കയിൽ, പിന്നെ സിറിയയിൽ, അപ്പോൾ ഇത്തരം രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ അട്ടിമറി നടത്തി അവർ ജനകീയമായ രീതിയിൽ അധികാരത്തിലെത്തിയ സർക്കാരുകളെ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഏജന്റ് കൂടിയാണ് ഈ മാത്യു വാൻ ഡെയ്ക്ക് എന്ന് പറയുന്ന പുള്ളി. അപ്പോൾ ഈ പുള്ളി എങ്ങനെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഇന്ത്യയുടെ പിടിയിലായി, അതൊരു വലിയ കഥയാണ്, ഞാൻ പറഞ്ഞു തരാം. അതായത് ഇത്രയും ഹൈ പ്രൊഫൈലായ ഒരു അമേരിക്കൻ സിറ്റിസൺ, അത് അമേരിക്കൻ സൈന്യത്തിലെ, അമേരിക്കൻ സർക്കാരിൽ പോലും നല്ല ഹോൾഡുള്ള ഒരു വ്യക്തിയാണ് ഈ മാത്യു വാൻ ഡെയ്ക്ക്. ഈ മാത്യു വാൻ ഡെയ്ക്കിൻ്റെ ഇന്നത്തെ അവസ്ഥ നോക്കിയേ, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതെ വീൽ ചെയറിലാണ് ഇപ്പോൾ ഇദ്ദേഹം ഉള്ളത്. അപ്പോൾ അതിനെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യൻ സർക്കാരിൻ്റെ ഇച്ഛാശക്തി തന്നെയാണ്. അത് വലിയൊരു കഥയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി, അതായത് ബംഗ്ലാദേശിലും നേപ്പാളിലും മറ്റ് ലോകത്തിലെ പല രാജ്യങ്ങളിലും ജനകീയമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ അട്ടിമറിക്കാൻ, അതായത് അവിടുത്തെ ലോക്കൽ ആൾക്കാരെ കൂട്ടുപിടിച്ച് അവർക്ക് ആയുധ പരിശീലനം നൽകി അവിടുത്തെ സർക്കാരിനെതിരെ തിരിക്കലായിരുന്നു ഈ മാത്യു വാൻ ഡെയ്ക്കിൻ്റെ പണി. അതെന്ന് വെച്ചാൽ അമേരിക്കൻ സർക്കാരിൻ്റെ ഒരു താല്പര്യമാണ് ഈ മാത്യു വാൻ ഡെയ്ക്ക് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വലിയൊരു പ്രൊജക്റ്റായിട്ട് മാത്യു വാൻ ഡെയ്ക്ക് ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയിലെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം, ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഈ മണിപ്പൂരൊക്കെ കുക്കികളും ഹെയ്ത്തികളും തമ്മിൽ വലിയ രീതിയിലുള്ള വംശീയ കലാപം അവിടെ നടന്നു. അതെന്ന് വെച്ചാൽ നേരെ സർക്കാരിനെ തിരിക്കാനും അവിടുത്തെ സൈന്യത്തിനെ തിരിക്കാനും വേണ്ടിയിട്ട് കുക്കികൾക്കും ഹെയ്ത്തികൾക്കൊക്കെ പരിശീലനം കൊടുത്തൊരു വ്യക്തിയാണ് ഈ മാത്യു വാൻ ഡെയ്ക്ക്. നമുക്കറിയാം, ഈ മണിപ്പൂർ കലാപം നടക്കുന്ന സമയത്ത് തന്നെ സൈനികർക്ക് നേരെ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണങ്ങളും നടത്തി എന്നുള്ളൊരു വാർത്ത വളരെ ഞെട്ടലോട് കൂടിയാണ് നമ്മൾ ആ സമയത്ത് മണിപ്പൂർ കലാപ സമയത്ത് നമ്മൾ കേട്ടത്. പക്ഷേ അത് എങ്ങനെ പറ്റി? അതായത് ഈ പക്ക ഗ്രാമവാസികളായ ആദിവാസി സമൂഹമായ ഈ ഹെയ്ത്തികളും കുക്കികളും എങ്ങനെ മിസൈലും ഡ്രോണുകൾക്കും ഉപയോഗിക്കാൻ പഠിച്ചു? അവിടെ നിന്നാണ് അന്വേഷണം വലിയ രീതിയിൽ ആ സമയത്ത് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വലിയ രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുക, ആരാണ് ഇവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തതെന്ന്. അപ്പോൾ അത്തരത്തിലൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ മുന്നേ, ഏകദേശം ഒരു 5-6 മാസം മുന്നേ, ബംഗളൂരു എയർപോർട്ടിൽ വെച്ച് ഒരു അമേരിക്കൻ പൗരൻ പിടിയിലാകുന്നു. അമേരിക്കൻ പൗരൻ മാത്രമല്ല, അമേരിക്കൻ ആർമിയിൽ നിന്ന് VRS എടുത്ത് വന്നൊരു വ്യക്തിയായിരുന്നു ആ പിടിയിലായ അമേരിക്കൻ പൗരൻ. അപ്പോൾ ആ അമേരിക്കൻ പൗരൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 1200 ഡെബിറ്റ് കാർഡുകൾ കണ്ടെടുത്തു. 1200 അമേരിക്കൻ ബാങ്കുകൾ, പല അമേരിക്കയുടെ പ്രൈവറ്റ് ബാങ്കുകളും, ബാങ്ക് ഓഫ് അമേരിക്ക, അങ്ങനെ പല ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ ആയിട്ട് ഈ പുള്ളി പിടിയിലായി. അപ്പോൾ അത് ആ അന്വേഷണം എത്തിച്ചത് നേരെ മാത്യു വാൻ ഡെയ്ക്കിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ ഡെബിറ്റ് കാർഡിനെ കേന്ദ്രീകരിച്ച് പുതിയ അന്വേഷണം ആരംഭിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഈ 1200 ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 95 കോടി രൂപ വിഡ്രോ ചെയ്തു എന്നുള്ള ഒരു ഇൻഫോർമേഷൻ, ഒരു വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നു. അപ്പോൾ ED ഇതിൽ ഇടപെടുന്നു. ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യമായതുകൊണ്ട് ആദ്യം ED ഇടപെട്ടു. ED അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് അമേരിക്കൻ, അതായത് പല സംഘടനകളിലൂടെ, അതായത് തിമോത്തി ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് US സൗത്ത് കരോലിന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം തന്നെ, ഇതൊരു ഇവാഞ്ചലിക്കൽ ഒരു ഓർഗനൈസേഷനാണ്. ഇവരുടെ ലക്ഷ്യം തന്നെ എല്ലാ സ്ഥലത്തും, ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും, ഒരു ചെറിയ ഗ്രാമങ്ങളിൽ പോയാലും അവിടെ ചർച്ച ഉണ്ടാവണം, അവിടെ ഒരു പള്ളിയിൽ അച്ഛനും ഉണ്ടാവണം. അതായിരുന്നു അവരുടെ മിഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോകത്തിൽ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് അവരെയൊക്കെ കൂട്ടുപിടിച്ച് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ട് അവിടെ സർക്കാരിനെതിരെ തിരിക്കുക, അല്ലെങ്കിൽ അവിടെ ആരാണോ അവരെ എതിർക്കുന്നത് അവർക്കെതിരെ തിരിക്കലായിരുന്നു ഈ മാത്യു വാൻ ഡെയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് തിമോത്തി ഇനീഷ്യേറ്റീവിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്നിട്ട്. അപ്പോൾ ഈ തിമോത്തി ഇനീഷ്യേറ്റീവ് TTI എന്ന് പറയുന്ന അവരുടെ ഭാഗമായിട്ട് ഏകദേശം 95 കോടി രൂപ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ വിഡ്രോ ചെയ്ത വിവരം ലഭിക്കുന്നു. അത് പല സോഴ്സുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു വിഡ്രോ ചെയ്തത്. പല അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഏകദേശം 2300 അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു, ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടായിരുന്നു ഇത്തരം ആക്ടിവിറ്റി ഇവർ നടത്തിയിരുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം തന്നെ ഇവിടെ നോർത്ത് ഈസ്റ്റിൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കുക, അതായത് അതിന് അവിടെ ഈ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞാൽ കുക്കികളും ഹെയ്ത്തികളും മണിപ്പൂരിൽ സംഘർഷമുണ്ടായല്ലോ, അത് കത്തിച്ച് സർക്കാരിനെ തിരിക്കാനും വലിയ രീതിയിൽ രാജ്യത്ത് കലാപം ഉണ്ടാക്കിയിട്ട് രാജ്യത്ത് അസ്ഥിരാവസ്ഥ ഉണ്ടാക്കാനുമായിരുന്നു ഈ മാത്യു വാൻ ഡെയ്ക്ക് പദ്ധതിയിട്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ തിമോത്തി ഇനീഷ്യേറ്റീവിനെ ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, കഴിഞ്ഞ നമ്മുടെ ഈ കേരള ഇലക്ഷൻ്റെ സമയത്ത് FCRA ബില്ലിൻ്റെ കുറേ അത് അമെൻഡ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്തെന്ന് വെച്ചാൽ ഇനിയിപ്പം ഒരു ഫോറിൻ ഫണ്ട് വരുമ്പോൾ അത് ഫുൾ എന്താണ് ചെയ്യുന്നത്, അത് എന്തൊക്കെയാണ്
വിനിയോഗിക്കുന്ന ഏത് മേഖലയിലൊക്കെ വിനിയോഗിക്കുന്നൊക്കെയുള്ള കറക്റ്റായ ഡീറ്റെയിൽഡ് ലൈവ് ട്രാക്കിങ് സർക്കാരിന് ചെയ്യാൻ പറ്റും. ഇതുവരെ ഇത് പറ്റിയില്ലായിരുന്നു, അപ്പോൾ ഇപ്പോൾ പറ്റും. പിന്നെ അത് മാത്രമല്ല, എല്ലാ പുറത്തു വരുന്ന എല്ലാ ഫണ്ടുകളും ഒറ്റ ബാങ്ക് കേന്ദ്രീകരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന ഒരു ക്ലോസും കൂടി മുതലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവർ ശരിക്കും പെട്ടു. അതാണ് ഇവിടുത്തെ പല ക്രിസ്ത്യൻ ഈ വെള്ള നൈറ്റി ഇട്ട് നടക്കുന്ന ആൾക്കാർക്ക് ചൊടിപ്പിച്ചത് അത് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാലും ഇവിടെ നടന്നുകൊണ്ടിരുന്നത്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കലാപം, അതായത് ഈ തിമോത്തി ഇനീഷ്യേറ്റീവ് ഇന്ത്യയിൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത്. നമുക്കറിയാം ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ തന്നെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളാണ്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ നെക്ക് അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും 7-8 സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ലാതെയാകും. അപ്പോൾ അതൊരു പുതിയൊരു രാജ്യം ഉണ്ടാക്കാനും അമേരിക്കയുടെ ഒരു ബേസാക്കി മാറ്റാനുമായി ആണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് മാത്യു വാൻഡേക്ക് എന്ന് പറയുന്ന അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളെ, അതായത് കലാപം ഉണ്ടാക്കാൻ, ഒരു രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ അതിവിദഗ്ധനാണ്. പല രാജ്യങ്ങളിലും നേരത്തെ പറഞ്ഞ മാതിരി ജനകീയമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അട്ടിമറിക്കാൻ അതിന് ചുക്കാൻ പിടിച്ചൊരു വ്യക്തിയാണ് ഈ മാത്യു വാൻഡേക്ക്. അങ്ങനെയാണ് മാത്യു വാൻഡേക്ക് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ വലിയ രീതി ഇയാളെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയാൽ മതി. മാത്യു വാൻഡേക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ, മണിപ്പൂരിലെ കുക്കികൾക്ക് പോലും എങ്ങനെയാണ് ഈ തോക്കൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് പരിശീലിപ്പിക്കുന്ന വീഡിയോകളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ, അതായത് ഹോളിവുഡ് സിനിമകൾ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു റിയൽ ലൈഫിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാത്യു വാൻഡേക്ക്. അങ്ങനെയുള്ള മാത്യു വാൻഡേക്കിനെ ഇന്ത്യയുടെ കയ്യിൽ കിട്ടിയപ്പോഴുണ്ടല്ലോ, ശരിക്കും എന്താ പറയുക, ആദ്യം ആ സമയത്ത് മാത്യു വാൻഡേക്ക് അറസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് വാർത്തകൾ വന്നിരുന്നു, ഇത് പെട്ടെന്ന് അമേരിക്കക്ക് വിട്ടുകൊടുക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടില്ലേ, വീൽ ചെയറിലിരുന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാക്കി മാറ്റിയിരിക്കുകയാണ്, മൃതപ്രായനാക്കി മാറ്റിയിരിക്കുകയാണ്, അതായത് ജീവച്ഛവം എന്ന രീതിയിൽ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ഈ ഡിഫൻസ് സെക്ടറിലൊക്കെ ഇത്ര നിരന്തര വാർത്തകൾ ചെയ്യുന്ന വെബ്സൈറ്റുകളും അത്തരം ആൾക്കാരൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്യു വാൻഡേക്കിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ അദ്ദേഹത്തിന് അറിയുന്ന എല്ലാ ഇൻഫോർമേഷൻസും ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ചോർത്തിയെടുത്തു എന്നാണ്. അതായത് അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് എല്ലാ എവിഡൻസും, ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ കയ്യിലുള്ള എല്ലാ എവിഡൻസും മുൻനിർത്തിയിട്ട് പല മാസങ്ങളോളം നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇതൊരു ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വളരെ നിർണായകമായ ഒരു വ്യക്തിയാണ് ഈ മാത്യു വാൻഡേക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ ജിയോ പൊളിറ്റിക്സ് അറിയാം, കുറേ നാളായിട്ട് ബംഗ്ലാദേശും പാകിസ്ഥാനും എല്ലാവരും നമ്മൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ചിക്കനൊക്കെ കട്ട് ചെയ്യും, ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തും, വേറെ രാജ്യമാക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കയുടെ താല്പര്യം തന്നെയാണ്. അപ്പോൾ ഇതിന് ജിയോ പൊളിറ്റിക്കൽ ഒരു ആംഗിളും കൂടി ഉണ്ട് ഈ മാത്യു വാൻഡേക്കിൻ്റെ. അപ്പോൾ ഇന്ത്യ വെറുതെ ആയിരിക്കില്ല, ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഈ മാത്യു വാൻഡേക്ക് ഇന്ത്യയിൽ വന്നിട്ട് വലിയ കലാപം ഉണ്ടാക്കാൻ പുള്ളി അത് മുന്നിട്ടിറങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കണമായിരുന്നു. അതായത് ഇത് 2008 അല്ല 2010 രണ്ടാം UPA സർക്കാർ ഭരിക്കുന്ന ഒരു കാലഘട്ടമല്ല. സോണിയാഗാന്ധി ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയല്ല ഇന്ന് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന ഇന്ത്യയാണ്. അതായത് ലോകത്തിൽ തന്നെ പവർഫുൾ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ടോപ്പിൽ തന്നെ വരുന്ന വലിയൊരു പ്ലെയറാണ് ഇന്ത്യ. ജിയോ പൊളിറ്റിക്സിൽ വലിയൊരു പ്ലെയറാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇന്ത്യയിൽ, ഇത്തരത്തിലുള്ള ഒരു മോഡേൺ ഇന്ത്യയിൽ വന്നിട്ട് മാത്യു വാൻഡേക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന് ഹിസ്റ്ററി ഉണ്ടാവുമായിരിക്കാം. സിറിയയിലും മറ്റേ ബംഗ്ലാദേശിലൊക്കെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത സർക്കാരുകൾ അട്ടിമറിച്ച ഒരു ചരിത്രം ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ആ കളി ഇന്ത്യയിൽ നടക്കില്ല എന്ന് ശരിക്കും ഇന്ത്യൻ സർക്കാർ, ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കാണിച്ചു കൊടുത്തു. ശരിക്കും അതാണ് ആ വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന വീഡിയോ. അത് ശരിക്കും അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ക്ലിയർ മെസ്സേജാണ്. അമേരിക്ക ഇവിടെ പല ഓപ്പറേഷൻസും ഇന്ത്യയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ മെസ്സേജ് തന്നെയാണ്. തീർത്തിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തീർക്കില്ല. ഇത്തരം പിടിച്ചിട്ട് അവൻ്റെ പക്കലുള്ള എല്ലാ സാധനങ്ങളും ഊറ്റിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ വേറെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയാലും മറ്റൊരു വാർത്ത എന്ന് വെച്ചാൽ, ഈ മാത്യു വാൻഡേക്ക് എന്ന് പറയുന്ന ഇയാളെ ചോദ്യം ചെയ്തത് ഏകദേശം ഈ 25-നും 30-നും ഇടയിൽ പ്രായമുള്ള പുതിയ പിള്ളേരാണ് ചോദ്യം ചെയ്തത്. അത് ശരിക്കും അവിടെയാണ് ഡോവലിൻ്റെ ഒരു ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ചെറിയ പിള്ളേരെ ഇറക്കിയിട്ട് മാത്യു വാൻഡേക്കിനെ ചോദ്യം ചെയ്തെന്നൊരു വിശദമായ വീഡിയോ എടുത്ത് ഇതിൽ വരുന്നുണ്ട്. എന്തിനായാലും നമുക്ക് രാജ്യം കാത്തിരുന്ന പല കാര്യങ്ങളും, അതായത് ഈ മാത്യു വാൻഡേക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അദ്ദേഹത്തിന് അറിയുന്ന പല കാര്യങ്ങളും അന്വേഷണ ഏജൻസികൾ കിട്ടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.